ചെടികളും പൂക്കളും പഴങ്ങളും പക്ഷികളുമുള്ള സുന്ദരമായ കാട്. കാടിന്റെ ഒത്ത നടുവിലാണ് മുത്തശ്ശിമാവിന്റെ സ്ഥാനം. മുത്തശ്ശിമാവിന് കുറേ മക്കളുണ്ട്. ആരൊക്കെയാണെന്നോ? തിത്തിരിപ്പക്ഷി, പൂവാൽനണ്ണാൻ, മണ്ണച്ചേര, കുഞ്ഞിക്കുയിൽ, ചിണ്ടനാന, ഇനിയുമുണ്ട് കുറേ പേർ. മുത്തശ്ശിമാവിന്റെ നെറുക മുതൽ വീടിനടുത്ത് വരെ കൂടുകെട്ടി പാർക്കുന്നവരാണിവർ. താമസിക്കാൻ ഇടവും കഴിക്കാൻ പഴവും ഓടിക്കളിക്കാൻ ചില്ലകളും കൊടുക്കുന്ന മുത്തശ്ശിമാവിനെ കാട്ടിൽ ജീവികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടമാണ്. ഒരിക്കൽ മുത്തശ്ശിമാവും മക്കളെല്ലാം വിളിച്ചു കൂട്ടി. എന്തേ എല്ലാവരും എത്തിയില്ലേ? ഞാനിവിടെ ഇരിപ്പുണ്ട്. ഇലകൾക്കടിയിൽ ഒളിച്ചു നിന്ന പൂവാലിനണ്ണാൻ പറഞ്ഞു. എന്നെ കണ്ടില്ലേ? മധുരമുള്ള സ്വരത്തിൽ കുഞ്ഞുക്കയിലും ഞാൻ ഈ പൊത്തിലിരിപ്പുണ്ട്. ബാക്കിയുള്ളവർ കിന്നരിപ്പുഴയോരത്തും പാറപ്പുറത്തും മറ്റുള്ള മരങ്ങൾക്ക് ചുറ്റുമായി അന്നിരുന്നു. അതല്ലേ ചിന്തനാന കിന്നരിപ്പുഴയിലൂടെ കുണുങ്ങി വരുന്നത്? വീഴൻ പന്നി പറഞ്ഞു. മുത്തശ്ശിമാവ് മക്കളോടായി പറയാൻ തുടങ്ങി. മക്കളെ, പുന്നാരം കാട്ടിലെ കുറേ മരങ്ങൾക്ക് പ്രായമായി വരികയല്ലേ? എല്ലാ മരങ്ങളുടെ വിത്തുകൾ ശേഖരിച്ച് ഗോപാലത്തിന്റെ ഓലപ്പുരയോട് ചേർന്നുള്ള ഭാഗം നിബിഡ വനമാക്കി മാറ്റണം. ശരിയാ, ഈ കാട് നശിച്ചാൽ അടുത്ത തലമുറയും നശിക്കും. ചിമ്പൻ കരടി കൂട്ടിച്ചേർത്തു. എല്ലാവരും അഭിപ്രായത്തോട് യോജിച്ചു. കരിവീട്ടി, തേക്ക്, ആൽ, അത്തി, മാവ്, പ്ലാവ്, ചന്ദനം, രക്തചന്ദനം എല്ലാ വിത്തുകളുമായി പുന്നാരക്കാടിന്റെ തെക്ക് ഭാഗത്തേക്ക് കുതിച്ചു. കാലങ്ങളേറെ കഴിഞ്ഞു. പുന്നാരങ്കാടിതാ നിബിഡ വനമായി മാറിയിരിക്കുന്നു. നല്ല രസം, നല്ല മഴ. അപ്പോഴാണ് ഗോപാലേട്ടന്റെ കഴുകൻ കണ്ണുകൾ അങ്ങോട്ട് തിരിഞ്ഞത്. ഈ മരം വഴിക്ക് വെട്ടിവെച്ചാലോ നല്ല പണം കിട്ടും. ഒരു വീടും പണിയണം. ഗോപാലേട്ടനൊട്ടും താമസിച്ചില്ല. ആളുകളെയും കൊണ്ടുവന്ന് മരങ്ങൾ വെട്ടാൻ തുടങ്ങി. അതാ മുത്തശ്ശിമാവിന്റെ അടുക്കിലേക്ക് അവർ പോകുന്നു. മുത്തശ്ശിമാവ് മക്കളെ ഓർത്തു. ഞാൻ അവർക്ക് എന്റെ മാമ്പഴം കൊടുത്തു. പിന്നെ ചില്ലകളിൽ എത്തിയതുമെല്ലാം വലിയൊരു ശബ്ദത്തോടെ മുത്തശ്ശിമാവ് നിലം പതിച്ചു. കിളിക്കൂടുകൾ താഴെ വീണു. മുട്ടുകൾ പൊട്ടി. പേടിച്ചറിഞ്ഞ ജീവികൾ ഓടി മറിഞ്ഞു. ഗോപാലേട്ടനിതാ ഒരു മണിമാളികയുടെ ഉടമയായിരിക്കുന്നു. കാലങ്ങളേറെ കഴിഞ്ഞു. മഴക്കാലമായി. കാറ്റാടി വീശി ശക്തമായ മഴയുള്ള പക്ഷിയിൽ കുഞ്ഞൻ ചെരുവിലുള്ള ഗോപാലേട്ടന്റെ വീടിതാ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഗോപാലേട്ടനും കുടുംബവും മനം നൊന്തു കരഞ്ഞു. അപ്പോഴാണ് ആചാരവന്നത്. ഈ ജീവികളുടെ ബുദ്ധി പോലും ഇല്ലല്ലോ. ഈ മനുഷ്യന്മാരുടെ പടച്ചോനെ, ഈ മനുഷ്യന്മാർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. പ്രിയ കൂട്ടുകാരി, മരമൊരു വരമാണ്, അത് നശിപ്പിക്കരുത്. പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ തേടിയെത്തുമ്പോൾ അത് നാളെയുടെ നല്ല ഭാവിക്കായി ഒരു തൈ നടാൻ നമ്മൾ സാധിക്കണം. നന്ദി, നമസ്കാരം. ചെയ്യും.